ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഡാർവിൻ തിയറിയിൽ അങ്ങോട്ട് പെട്ടെന്ന് നിർത്തുക ചെയ്ത് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാലപ്പഗോസ് ഫിഞ്ചസിനെ പറ്റിയിട്ടാണ്. ഗാലപ്പഗോസ് ഫിഞ്ചസിൽ പോയിട്ട് ഡാർവിൻ എന്ത് ചെയ്തു? തോമസ് മെലറ്റസ് പോപ്പുലേഷൻ തിയറി ആണ്, അല്ലെങ്കിൽ അൽഫ്രഡ് റൂഷൽ വാലസ്ലൈൻ എവല്യൂഷണറി ഐഡിയാസിൻ്റെ ഇൻഫ്ലുവൻസിൽ ഡാർവിൻ എന്ത് ചെയ്തു? ഗാലപ്പഗോസ് ഫിഞ്ചസിൽ പോയിട്ട് ഗാലപ്പഗോസസിൽ ഐലൻഡിൽ പോയിട്ട് എന്ത് ചെയ്തു? ഫിഞ്ചസിൻ്റെ കണക്കെടുത്തു. ഫിഞ്ചസിൻ്റെ ബീക്കിനെ വെച്ചിട്ടായിരുന്നു അവർ ആൾ സ്റ്റഡി ചെയ്തത്. അപ്പോൾ ബീക്കിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല ചേഞ്ചസ് അവരുടെ ബീക്കിൽ വരുത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർവിൻ എന്ത് ചെയ്തു? ഗാലപ്പഗോസ് ഐസ്ലാൻഡിൽ പോയിട്ട് ഫിഞ്ചസിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ നോക്കി. അപ്പോൾ ഫിഞ്ചസ് അവരുടെ നാച്ചുറൽ സെലക്ഷന് വേണ്ടിയിട്ട് നാച്ചുറൽ സെലക്ഷൻ ബേസിൽ അവരുടെ എല്ലാ ഫിഞ്ചസും ഒരുപോലെയാണ്, പക്ഷേ അതിൻ്റെ ബീക്കിന് വ്യത്യാസം. അവർ ജീവിക്കുന്ന എൻവിയോൺമെൻറ്റിനനുസരിച്ചിട്ട് അവരുടെ ബീക്കിന് ചേഞ്ചസ് ഉണ്ടായി. നല്ല റോക്കിൻ്റെ ഉള്ളിലത്തെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കഴിക്കണവർക്ക് ഭയങ്കര ഷാർപ്പാകും. കാരണം റോക്കൊക്കെ ട്രീസിലൊക്കെ ഇങ്ങനെ കൊത്തി ഇതാക്കണവരുടെ ബീക്ക് ഭയങ്കര ഷാർപ്പും നല്ല ഷാർപ്പ് എഡ്ജായിരിക്കും. അതുപോലെ ഈ ഗ്രൗണ്ടിൽ നിന്നൊക്കെ കഴിക്കുന്നവർക്ക് സാധാ ബീക്കായിരിക്കും. പിന്നെ അതുപോലെ സോഫ്റ്റ് ഫുഡ് കഴിക്കുന്നവർക്ക് സാധാ സോഫ്റ്റ് ആയിട്ടുള്ള ബീക്കായിരിക്കും. പിന്നെ അതുപോലെ കാക്ടസ് പ്ലാന്റിന് കഴിക്കുന്നവർ കാക്ടസ് ഭയങ്കര ഷാർപ്പായിരിക്കും. അതുപോലെ ഭയങ്കര ഹാർഡായിരിക്കും അവരുടേത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ എൻവിയോൺമെൻറ്റിന് അനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യാം? ഫേവറബിൾ വേരിയേഷൻ കാണിക്കുന്നു എന്ന് ഡാർവിന് മനസ്സിലായി. ഇനി ഒരു ബയോഡൈവേഴ്സിറ്റി ഓരോ ഓർഗാനിസം സ്പീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലാണ്. ചിലതിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു, ചിലത് നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുന്നു, പിന്നെ ജെനറ്റിക്കൽ റീകോമ്പിനേഷനൊക്കെ നടന്നിട്ടാണ് പുതിയ പുതിയ ഓർഗാനിസംസ് വേരിയേഷൻസ് കാണിക്കുന്നതെന്ന് മനസ്സിലായി. അതിൽ MRCA ഉണ്ട്, LUCA ഉണ്ട്. MRCA മീൻസ് മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ. അതുപോലെ തന്നെ MRCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം, മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ. LUCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. LUCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും മുൻകാലം നമ്മുടെ മുൻ തലമുറ അല്ലെങ്കിൽ ഏറ്റവും പൂർവികരെന്നൊക്കെ പറയില്ലേ, അവരാണ് ഈ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. ഇപ്പോൾ മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ഇപ്പോൾ മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് കാണുന്ന അനിമേലിയ, പ്ലാന്റ്, പ്രൊട്ടിസ്റ്റ, ബാക്ടീരിയ, ഫംഗെ, ഇതൊക്കെ ഇപ്പോഴും റീസെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അവരൊക്കെ ഏത് ഗ്രൂപ്പിലാണ് പെടുക? മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്ററിലാണ് പെടുക. ഇനി ഓർഗാനിക് എവല്യൂഷൻ്റെ എവിഡൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ മോളിക്കുലർ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിസം ക്യാൻ ബി ഫൈൻഡ് ഔട്ട് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസം ക്യാൻ ബി ഫൈൻഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലർ ബയോളജി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഓർഗാനിസം തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ്, എവല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോളിക്കുലർ ബയോളജി യൂസ് ചെയ്യാം. പിന്നെ കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് അനാട്ടമി ഓഫ് ഓർഗാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻസ് ഹാവ് കോമൺ ആൻസിസ്റ്റേഴ്സ് ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓർഗാനിസം ഇപ്പം മങ്കിക്കും അതുപോലെ മനുഷ്യനും കോമൺ ആൻസിസ്റ്റേഴ്സാണ്. അപ്പോൾ അവരുടെ കമ്പാരറ്റീവ് സ്റ്റഡി നടത്താനൊക്കെ നമുക്ക് ഓർഗാനിക് എവല്യൂഷൻ കൊണ്ട് പറ്റി. ഇനി ഫോസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷൻ ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഇവോൾവ് ഫ്രം ദ അതർ ഗ്രൂപ്പ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും അതുപോലെ നമുക്കറിയാത്ത മുൻകാലത്ത് ജീവിച്ച് വന്നിരുന്ന ജീവികളെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഈ ഫോസിൽസ് വെച്ചിട്ടാണ്. ഇനി എന്താണ് പ്രൈമേറ്റ്സ് എന്ന് നോക്കാം. പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമൺ ആൻസിസ്റ്റേഴ്സ് ഓഫ് മങ്കി, ഏപ്സ് ആൻഡ് ഹ്യൂമൻസ് ഹാവ് ഓപ്പോസിറ്റബിൾ തമ്പ് ടു അതർ ഫിംഗേഴ്സിൽ അവർക്ക് നമുക്ക് എല്ലാം ഒരേ പൊസിഷനിലല്ലേ, പക്ഷെ അവരുടെ തമ്പ് മാത്രം നമ്മുടെ പ്രൈമേറ്റ്സ് നമ്മുടെ മുൻകാലത്തുള്ളവർക്ക് നമ്മുടെ തമ്പ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ബാക്കി എല്ലാവരുടെയും നമുക്കൊക്കെ ഇങ്ങനെ എല്ലാവരും ഒരു പൊസിഷനിലാണ്, പക്ഷേ ഇവരുടെ തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ കുരങ്ങനിലൊക്കെ കാണുന്ന പോലെ. അവർക്ക് ബൈനോക്കുലർ വിഷനാണ്, രണ്ട് കണ്ണുകളും കാണാം. ഫ്ലാറ്റ് നെയിൽസ് ആയിരിക്കും. പിന്നെ റിലേറ്റീവ്ലി ലാർജ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ ആയിരിക്കും, ലാർജ്ഡ് ബ്രെയിൻ ആയിരിക്കും. അതാണ് നമ്മുടെ കോമൺ ആൻസിസ്റ്റേഴ്സ്. നമ്മുടെ മങ്കിയുടെ, ഏപ്സിൻ്റെ, ഹ്യൂമൻസിൻ്റെ ഒക്കെ കോമൺ ആയിട്ടുള്ള ആൻസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആന്ത്രോപോയിഡിയാണ് നമ്മുടെ പ്രൈമേറ്റ്സ് ആയിട്ട് വരിക. ഈ ആന്ത്രോപോയിഡിയ വീണ്ടും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയുന്നുണ്ട്. സെർക്കാലോപിത്തക്കസ് ആൻഡ് ഹോമിനോയിഡിയ. സെർക്കോപിത്തക്കസ് ആൻഡ് ഹോമിനോയിഡിയ. സെർക്കോപിത്തക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ്ഡ് ആയിരിക്കും, പക്ഷെ അവർക്ക് എന്തുണ്ട്? വാലുകളുണ്ട്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്കി.
അപ്പോൾ നമ്മളുടെ മങ്കിയുടെ ആണെങ്കിലും ഏപ്സിൻ്റെ ആണെങ്കിലും ഹ്യൂമൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ആരായാലും നമ്മളൊക്കെ വന്നിരിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രൈമേറ്റ്സ് അല്ലെങ്കിൽ കോമൺ ആൻസിസ്റ്ററിനാണ്. അതിനെ നമ്മൾ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നു. പ്രൈമേറ്റ്സിൻ്റെ പേര് ആന്ത്രോപോയിഡിയ. ഈ ആന്ത്രോപോഡിയ വീണ്ടും രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. സെർക്കോപിത്തക്കസും അതുപോലെ ഹൊമിനോയിഡിയ. സെർക്കോപിത്തക്കസിലാണ് ഈ കുരങ്ങൻ വരുന്നത്. അവർക്ക് സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ആയിരിക്കും, പിന്നെ വാലുകളും ഉണ്ട്. പിന്നെ ഹൊമിനോയിഡിയയുടെ കേസിലാണെങ്കിൽ അവർക്ക് വലിയ ബ്രെയിനും ആയിരിക്കും. അതുപോലെ നമുക്കൊക്കെ വാലുണ്ടോ? ഇല്ല. അപ്പോൾ വാലുകളില്ലാത്ത ജീവികളാണ് ഗിബ്ബൺസ്, ഓറംഗുട്ടാൻ, അതുപോലെ തന്നെ ഗൊറില്ല, ചിമ്പാൻസി, മാനൊക്കെ ഏതിലാണ് പെടുക? ഹൊമിനോയിഡിയയിലാണ് പെടുക. ഓക്കെ, ഇവിടെയാണ് കേട്ടോ അതിൻ്റെ ഇതൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഹ്യൂമൻ ഹ്യൂമൻ്റെ ഹ്യൂമൻ ആൻസിസ്റ്ററിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ആൻസിസ്റ്ററായിട്ട് വരുന്നതാണ് നമ്മുടെ ആ ബോക്സ് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ ക്രാനിയൽ കാവിറ്റിയും അല്ലെങ്കിൽ ക്രാനിയൽ കപ്പാസിറ്റിയും അതുപോലെ അതിൻ്റെ ഫോസിൽസ് എവിടെ നിന്നാണ് കണ്ടുപിടിച്ച് അതിനൊക്കെ പറ്റിയിട്ട് പിന്നെ അതിൻ്റെ ഒരു പോയിൻറ്റ്സും പഠിച്ചാൽ മതി. അതിൽ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം? സഹാലന്ത്രോപ്പസ് സഹാലന്ത്രോപ്പസ് ചാൻഡിയൻസസ് കേട്ടോ. ഓക്കെ, സഹാലന്ത്രോപ്പസ് ചാൻഡിയൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 cm³ ആയിരിക്കും. അതിൻ്റെ ഫോസിൽസ് ആഫ്രിക്കയിലെ ചാഡിൽ നിന്നാണ് ഫോം ചെയ്തത്. ഫസ്റ്റ് ലിങ്ക് ഓഫ് ഹ്യൂമൻ എവല്യൂഷണറി സീരീസിലെ ഫസ്റ്റ് ലിങ്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ കണികയായിട്ടാണ് സഹാലന്ത്രോപ്പസ് ചാൻഡിയൻസസിനെ പറയുന്നത്. ഇനി ആസ്ട്രലോപിത്തക്കസിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി 450 അതിൻ്റെ ഫോസിൽസ് ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടത്. ബൈപ്പെഡലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാലിൽ നടക്കുന്ന ജീവികളായിരുന്നു ആസ്ട്രലോപിത്തക്കസ്. ഇനി ഹോമോ ഹാബിലിസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600. അതുപോലെ തന്നെ ഫോസിൽസ് എവിടെ നിന്നാണ് ഉണ്ടായത്? ആഫ്രിക്കയിൽ നിന്നാണ് കണ്ടത്. പിന്നെ ലാർജ് സ്കള്ളും അതുപോലെ എന്തുകൊണ്ടാണ് അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കി. പിന്നെ അതേപോലെ സ്മോൾ ഗ്രൂപ്പായിട്ടാണ് അവർ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോമോ ഇറക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യമായി അപ്രൈറ്റ് പൊസിഷനിൽ 2 ലെഗിലും ഇറക്റ്റായിട്ട് നടക്കാൻ തുടങ്ങി. അതുപോലെ അതിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 cm³. ലാർജ് ആയിട്ടുള്ള വലിയ ഫോർഹെഡും പിന്നെ അവർ ഒംനിവോറസ് ആണ്. അതുപോലെ ഈ വെപ്പൺസ് ഭയങ്കര എക്സലൻ്റ് ആയിട്ട് ഒന്നുകൂടിയും സ്റ്റോൺ വെപ്പൺസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി ഹോമോ നിയാൻഡൽ ടാലൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1450 cm³. അതുപോലെ ജർമ്മനിയിൽ നിന്നാണ് അവരുടെ ഫോസിൽസ് കിട്ടിയത്. പിന്നെ സ്ലോപ്പിംഗ് ഫോർഹെഡ് ആൻഡ് തിക്ക് ഐബ്രോസ്, ഭയങ്കര സ്ലോപ്പായിട്ടുള്ള ഫോർഹെഡാണ്. അതുപോലെ തിക്കായിട്ടുള്ള ഐബ്രോസസ് ആണ്. പിന്നെ എന്താണ്ടായേ? അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ബോഡീസൊക്കെ അവർ ബറി ചെയ്തിരുന്നു. പിന്നെ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡേൺ മാൻസ് ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1350 cm³. പിന്നെ മോഡേൺ മാനായിട്ടാണ് അറിയപ്പെടുന്നു. അനിമൽസിനെയൊക്കെ ഇണകളാക്കി വളർത്താൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതേപോലെ സിറ്റീസൊക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രോപോയിഡിയാണ്. സെർക്കോപിത്തക്കസും അതുകൊണ്ട് ഹോമിനോയിഡി ഉണ്ട്. സെർക്കോപിത്തക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ബ്രെയിനും അതുപോലെ ടെയിലും ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് മങ്കി. പിന്നെ ഹോമിനോയിഡിയിലാണ് നമ്മുടെ മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഓറംഗുട്ടാൻ, ഗിബ്ബൺസ് ഒക്കെ വരുന്നത്. അവർക്ക് ബിഗ് സൈസ്ഡ് ബ്രെയിനും അതുപോലെ ടെയിലില്ലാത്തവരുമാണ്. ഇനി സഹാലന്ത്രോപ്പസ് ചാൻഡിയൻസസ് ആണെങ്കിൽ ക്രാനിയൽ കപ്പാസിറ്റി 350. അതുപോലെ ഫോസിൽസ് ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. അവർ ഫസ്റ്റ് ലിങ്ക് ഓഫ് ഹ്യൂമൻ എവല്യൂഷണറി സീരീസ് എന്നാണ് പറയുന്നത്. ഇനി ആസ്ട്രലോപിത്തക്കസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്രാനിയൽ കപ്പാസിറ്റി 450. അതുപോലെ തന്നെ ക്രാനിയൽ കപ്പാസിറ്റി 450. പിന്നെ അതിൻ്റെ ഫോസിൽസ് ആഫ്രിക്കയിൽ നിന്ന് ബൈപ്പെഡൽസും കാണിക്കുന്നു. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാനിയൽ കപ്പാസിറ്റി 600. അതിൻ്റെ ഫോസിൽസ് ആഫ്രിക്കയിൽ നിന്ന് കണ്ട് ലാർജായിട്ട് സ്കള്ളും ടൂൾസ് കൊണ്ടൊക്കെയാണ് ഹാൻഡ് കൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഹണ്ടിങ്ങിനൊക്കെ പോകാൻ തുടങ്ങി. സ്മോൾ ഗ്രൂപ്പായിട്ട് അവർ ജീവിച്ചിരുന്നു. പിന്നെ ഹോമോ ഇറക്ടസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അപ്രൈറ്റ് ആയിട്ട് വാക്ക് ചെയ്യാൻ 2 കാലുകൾ കൊണ്ട്
കൊണ്ട് ഏറ്റവും നിവർന്ന് നടക്കാൻ തുടങ്ങിയത് ഹോമോ എറക്ടസ് ആണ്. അതിൻ്റെ ക്രാനിയൽ കപ്പാസിറ്റി 900 ആണ്. പിന്നെ ലാർജ് ഫോർ ഹെഡാണ്, ഒംനിവോറസ് ആണ്, ഭയങ്കര സ്റ്റോൺ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഹോമോ നിയാൻഡർടാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഫോർ ഹെഡാണ്, ഭയങ്കര സ്മോൾ ആയിട്ടുള്ള ഹെഡാണ്. അതുപോലെ തിക്ക് ഐബ്രോസസ് ഉണ്ട്. അവർ ഡെഡ് ബോഡീസ് ബെറി ചെയ്യാറുണ്ട്. ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനും അതുപോലെ സിറ്റീസ് ബിൽഡ് ചെയ്യാനും അവരെ മോഡേൺ മാനായിട്ട് അറിയപ്പെടുകയും ചെയ്യുന്നു. ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1350 cm3. അപ്പോൾ ഇതിലെന്താ പഠിക്കേണ്ടത് വെച്ചാൽ ക്രാനിയൽ കപ്പാസിറ്റിയും പിന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സും എന്തായാലും പഠിക്കണം. ഓക്കെ, ദെൻ ഹാവ് എ നൈസ് ഡേ.